പിണറായി വിജയന് 1 കോടിയുടെ ആസ്തി, വാഹനമോ സ്വർണമോ ഇല്ല, കയ്യിൽ 10,000 രൂപ. പിണറായി വിജയന് 45 ലക്ഷം രൂപയുടെ നിക്ഷേപം, സ്വന്തമായി 78 സെന്റ് ഭൂമി, കമലയ്ക്ക് 60 ലക്ഷത്തിന്റെ നിക്ഷേപം. മുഖ്യമന്ത്രിയുടെ സ്വത്ത് വിവരങ്ങൾ ഇങ്ങനെ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയ്ക്കുമായി ആകെ 1 കോടിയിലധികം രൂപയുടെ നിക്ഷേപം. ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിണറായി വിജയന് 43 ലക്ഷത്തിന്റെ നിക്ഷേപവും കമലയ്ക്ക് 60 ലക്ഷത്തിന്റെ നിക്ഷേപവുമാണുള്ളത്. പിണറായിക്ക് 78 സെന്റ് സ്ഥലവും കമലയ്ക്ക് ഒഞ്ചിയത്ത് 17 സെന്റ് സ്ഥലവുമുണ്ട്. കമലയ്ക്ക് 10 പവൻ സ്വർണ്ണാഭരണമുണ്ട്. ഇരുവരുടെയും പേരിൽ ബാധ്യതകളൊന്നുമില്ലെന്നും പിണറായി വിജയൻ സമർപ്പിച്ച സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. പിണറായിയുടെ പേരിൽ 3 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 3ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടത്തു നിന്നും ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പറയാനുണ്ട്, പിന്നെ പറയാം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് തിരിച്ചു. ഏതായാലും പിണറായിയുടെ ആസ്തി ഇങ്ങനെയാണ്. പിണറായി വിജയന്റെ കയ്യിൽ 10,000 രൂപയാണുള്ളത്. തലശ്ശേരിയിൽ SBI ബ്രാഞ്ചിലെ സേവിങ്സ് അക്കൗണ്ടിൽ 5,13,847 രൂപയുണ്ട്. പിണറായി സർവീസ് സഹകരണ ബാങ്കിൽ 6,312 രൂപയും മറ്റൊരു അക്കൗണ്ടുകളിൽ 1,81,822 രൂപയും 2,000 രൂപയുമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. സെക്രട്ടേറിയറ്റിലെ സബ് ട്രഷറിയിൽ 37,11,039 രൂപയും പിണറായിയുടെ പേരിലുണ്ട്. മലയാളം കമ്മ്യൂണിക്കേഷനിൽ 10,000 രൂപ മൂല്യമുള്ള 1000 ഓഹരികളുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ 500 രൂപയുടെ ഒരു ഓഹരി, പിണറായി ഇൻഡസ്ട്രിയൽ സഹകരണ സംഘത്തിൽ 100 രൂപയുടെ ഒരു ഓഹരി എന്നിവയാണ് മറ്റ് നിക്ഷേപം. കണ്ണൂർ വിമാനത്താവളത്തിൽ 1 ലക്ഷം മൂല്യമുള്ള 1000 ഓഹരികൾ പിണറായിക്കുണ്ട്. ആകെ 45,35,620 രൂപയാണ് അദ്ദേഹത്തിന്റെ നിക്ഷേപം. കമലയുടെ ആസ്തി. ഭാര്യ കമലയുടെ കയ്യിൽ 5,000 രൂപയുണ്ട്. തലശ്ശേരി SBI ബ്രാഞ്ചിലെ സേവിങ്സ് അക്കൗണ്ടിൽ 1,59,963 രൂപ. തിരുവനന്തപുരത്തെ SBI SME ബ്രാഞ്ചിൽ 53,346 രൂപ. മാടായി സർവീസ് സഹകരണ ബാങ്കിൽ 4,84,109 രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. മാടായി ബാങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ 25 രൂപയുണ്ട്. മൗവഞ്ചേരി സഹകരണ ബാങ്കിൽ 3,90,720 രൂപയുമുണ്ട്. വ്യത്യസ്ത അക്കൗണ്ടുകളിലായി 11,27,795 രൂപയുടെയും 2,68,987 രൂപയുടെയും സ്ഥിര നിക്ഷേപവും കമലയ്ക്കുണ്ട്. കണ്ണൂർ ട്രഷറിയിൽ 4,79,886 രൂപയുടെയും 5,80,000 രൂപയുടെയും നിക്ഷേപം. കാടച്ചറി SBIയിൽ 6,51,496 രൂപയുടെ സ്ഥിര നിക്ഷേപം, മറ്റേ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം എന്നിവയാണ് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ. മലയാളം കമ്മ്യൂണിക്കേഷൻ, കിയാൽ എന്നിവിടങ്ങളിൽ ഓഹരി കമലയ്ക്കുണ്ട്. 80 ഗ്രാം സ്വർണ്ണമാണ് കയ്യിലുള്ളത്. ഇന്നലത്തെ വിപണി മൂല്യം പ്രകാരം 11,56,800 രൂപ വരും. ആകെ ആസ്തി 60,88,442 രൂപ. പിണറായി വിജയന്റെ പേരിൽ സ്വന്തമായി സ്വർണമോ വാഹനങ്ങളോ ഇല്ല. 78 സെന്റ് ഭൂമി പിണറായിയുടെ പേരിലുണ്ട്. ഭാര്യയുടെ പേരിൽ 17 സെന്റും പിണറായിക്ക് 56,02,000 രൂപയുടെ വസ്തുക്കളും ഭാര്യയ്ക്ക് 36 ലക്ഷം രൂപയുടെ വസ്തുക്കളുമാണുള്ളത്. ഇരുവർക്കും ബാധ്യതകളില്ല. 2024-2025 സാമ്പത്തിക വർഷത്തിൽ പിണറായി വിജയൻ സമർപ്പിച്ച ആദായ നികുതി റിട്ടേണിൽ 5,33,060 രൂപയാണുള്ളത്. വരുമാനമായി കാണിച്ചിട്ടുള്ളത് 5,77,970 രൂപയാണ് കമലയുടെ വരുമാനം. CPM രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ 3ാം ഊഴം എന്ന സ്വപ്നം വിഫലമാകുന്നുവെന്ന് G. സുധാകരൻ. കോൺഗ്രസിന്റെ പ്രവർത്തകർ മണ്ഡലത്തിൽ ശക്തമായും ആത്മാർത്ഥമായും തനിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുവെന്നും G. സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 3ാം ഊഴം എന്ന സ്വപ്നം വിഫലമാകുമെന്ന് വിമർശിച്ച G. സുധാകരൻ, CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയമായി വിജയിക്കുന്നതാണ് കാണുന്നതെന്നും G. സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം അണിയായും നേതൃത്വത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ച തനിക്ക് നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാവാത്ത സാഹചര്യമാണ് വർഷങ്ങളായി അനുഭവപ്പെടുന്നതെന്നും G. സുധാകരൻ പറഞ്ഞു. അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തത്. തന്നെ നേരിടുന്ന LDFന്റെ നേതൃത്വം നിരന്തരമായി സത്യവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ബന്ധപ്പെടുമ്പോൾ ഈ കുപ്രചാരണങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും G. സുധാകരൻ വിമർശിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ മണ്ഡലത്തിൽ ശക്തമായും ആത്മാർത്ഥമായും തനിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരോടെല്ലാം ഉള്ള തന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇടതുപക്ഷത്തിൽ പൊതുവെയും CPMൽ പ്രത്യേകിച്ചും നിരവധി പാർട്ടി അംഗങ്ങളും പതിനായിരക്കണക്കിന് വോട്ടർമാരും തന്നെ വിജയിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് നിൽപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തതെന്നും സുധാകരൻ കുറിച്ചു. പഴയ ഇടത് വേഴ്സസ് പുതിയ ഇടതോ? CPM-ലെ പൊട്ടിത്തെറികളുടെ കാരണങ്ങൾ ഏതായാലും CPM-ന് വലിയ ചോദ്യമായി മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPM-നുള്ളിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതകളും പൊട്ടിത്തെറികളും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഒരു കാലത്ത് കൃത്യമായ സംഘടനാ ശൈലിയും നേതൃപാഠവും ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഇപ്പോൾ പഴയ ഇടത് വേഴ്സസ് പുതിയ ഇടത് എന്ന ഭിന്നത വ്യക്തമായി ഉയർന്നു വരുന്നുണ്ടോ എന്നാണ് പൊതുവെയുള്ള ചോദ്യം. തുടർ ഭരണത്തെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ട അധികാര കേന്ദ്രീകൃതമായ പുതിയ നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് ഉടലെടുത്ത പഴയ നേതൃത്വവും തമ്മിലുള്ള സംഘർഷമാണ് ഇതിന് കാരണമാവുന്നതെന്നാണ് നിഗമനം. G. സുധാകരൻ, TK ഗോവിന്ദൻ, V. കുഞ്ഞികൃഷ്ണൻ, ഐഷ പോറ്റി തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും അകന്നു കഴിയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല പ്രദേശങ്ങളിലും മുതിർന്ന നേതാക്കൾ മാറ്റി നിർത്തപ്പെടുകയും പുതുതലമുറ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പല തലങ്ങളിലും പൊട്ടിത്തെറികളിലേക്ക് വഴിയൊരുക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്ക് മേൽ വരുന്ന ഓരോ ആരോപണങ്ങളെയും പ്രതിരോധിച്ച് നിന്ന മുതിർന്ന നേതാക്കൾ നിലവിലെ നേതൃത്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതും ഇതിന്റെ സൂചനയാണ്. കേന്ദ്രീകൃത അധികാര പ്രവണത നിലവിൽ വരികയും പാർട്ടിക്ക് മുകളിലേക്ക് നേതൃത്വവും അവരെ ഒട്ടിനിൽക്കുന്ന പലതരം സ്തുതിപാഠകരും കടന്നു വരികയും ചെയ്യുന്നതായും നേരത്തെയും താഴെത്തട്ട് സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സ്വയം വിമർശനത്തിന്റെ വഴികൾ അടച്ചു കളയുകയും മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ താഴെത്തട്ട് വിമർശനങ്ങൾ എവിടെയും എത്താതെ പോയി. ഇത് സൃഷ്ടിക്കുന്ന അസംതൃപ്തി മറികടക്കാൻ പാർട്ടി മെഷീനറിക്ക് കഴിയാതെ വരുന്നതോടെയാണ് സംഘടനാപരമായ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകരുടെയും കേഡറുകളുടെയും ആശങ്കകൾ ഒരു തരത്തിലും കേൾക്കാതെ പാർട്ടി നേതൃത്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുവെന്ന ആരോപണവും ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് ഇപ്പോഴും എടുത്തു പറയുമ്പോഴും തൊഴിലാളി കേന്ദ്രീകൃത നിലപാടുകളിൽ നിന്നും പാർട്ടി നേതൃത്വം അകന്നു പോവുകയാണ് എന്ന ആരോപണം കാലങ്ങളായി കേൾക്കുന്നുണ്ട്. തുടർ ഭരണകാലത്ത് ഇത് കൂടുതലായി മറനീക്കി പുറത്തു വരുന്നതാണ് കാണുന്നത്. ഇതോടൊപ്പം സിറ്റിംഗ് MLA-മാരെ തന്നെ വീണ്ടും പരിഗണിക്കുന്നതും പാർട്ടിക്കാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അവഗണിക്കുന്നതും പ്രാദേശിക തലങ്ങളിൽ അസംതൃപ്തി സൃഷ്ടിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ഇത്തരം അസ്വസ്ഥതകൾ പ്രതിഷ്ഠിതമായോ അല്ലെങ്കിൽ നിശബ്ദമായ ഓട്ടുമറിയലായോ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളുടേതായി പുറത്തുവരുന്ന വലിയ തുറന്ന പറച്ചിലുകൾ ഇനിയും പരിഹരിക്കപ്പെടാത്ത ആഭ്യന്തര പ്രശ്നങ്ങളുടെ സ്വാഭാവിക പൊട്ടിത്തെറികളുടെ സൂചനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് നിലവിലെ നേതൃത്വത്തിന് കീഴിൽ CPM നേരിടുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ നേർക്കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ CPM സംഘടനാ തലത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധി അതിനെ മറികടക്കുന്ന വിധത്തിൽ മറനീക്കുക തന്നെയാണ്. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കണമെന്നതും പിണറായി 3.0 എന്ന പ്രതീക്ഷ എങ്ങനെ സഫലമാക്കണം എന്നതുമാണ് ഇടതുമുന്നണി നേരിടുന്ന സുപ്രധാന വെല്ലുവിളി. സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾക്ക് മുന്നിൽ ഏതാനും ദിവസങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായിരിക്കുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ 2ാം പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. ഇനി മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശത്തിലേക്ക് കടക്കും. കോൺഗ്രസ് തങ്ങളുടെ ബാക്കിയുള്ള 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തത വന്നു. ഇതോടെ 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കി. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ലാത്തതോടെ K. സുധാകരനും അടൂർ പ്രകാശും പട്ടികയിൽ നിന്നും പുറത്തായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്ന് മാറ്റി. പകരം മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയാകും. ജോസഫ് വാഴക്കൻ, പാലോട് രവി, R. ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കി. കടുത്ത തർക്കങ്ങൾക്കൊടുവിൽ കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച 55 പേർക്ക് പുറമെയാണ് പുതിയ 37 പേരുടെ പട്ടിക. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനോട് പൊതുസമ്മതനായ ഒരു സ്വതന്ത്രനെ കണ്ടെത്താൻ CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. RJD വിട്ടെത്തിയ മുൻ മന്ത്രി V. സുരേന്ദ്രൻപിള്ള മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇടത് സ്വതന്ത്രനായി പരിഗണിക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. വൈകരുതെന്ന CPM ജില്ലാ നേതൃത്വം ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിണക്കത്തിനൊടുവിൽ മന്ത്രി V. അബ്ദുറഹ്മാന് CPM മണ്ഡലം മാറ്റി നൽകിയിരുന്നു. താനൂരിൽ നിന്നും തിരൂരിലേക്കായിരുന്നു മാറ്റി പ്രഖ്യാപനം. കൊണ്ടോട്ടിയിൽ ഡോക്ടർ PGG, കോട്ടക്കലിൽ K. പ്രീതി മത്സരിക്കും. അതേസമയം ധർമ്മടത്ത് 3ാം തവണയും മത്സരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രിക സമർപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുത്തു. അതിനിടെ BJPയുടെ 3ാം പട്ടികയും ഉടൻ പുറത്തുവരും. BJP ഇതുവരെ 2 ഘട്ടങ്ങളായി 86 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 10ഓളം മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുണ്ട്. തിരുവനന്തപുരം, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. BJPയുടെ 3ാം പട്ടിക ഉടൻ പുറത്തു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിരാശയും വേദനയും ഉണ്ടെന്നും നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ തയ്യാറാക്കി വച്ചിരിക്കുകയാണെന്നും എൽദോസ് കുന്നപ്പള്ളി. പ്രതീക്ഷിച്ചൊരു തീരുമാനമല്ല നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും എൽദോസ് കുന്നപ്പള്ളി. സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയിൽ ചേർന്നു.
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി വി ജോസഫ് BJPയിൽ അംഗത്വമെടുത്തു. സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷാജി BJPയിൽ ചേർന്നത്.